ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ കൂടിയർച്ചന തുടരുകയാണ്. 27 നക്ഷത്രങ്ങളിലും വിഷ്ണു സഹസ്രനാമ അർച്ചനയും 28-ാം നാൾ ലക്ഷദ്വീപാർച്ചനയോടെ നവംബർ 2-നാണ് മഹായജ്ഞം സമാപിക്കുക. അർച്ചനയ്ക്കായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കിലോ പൂക്കളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഉത്തര ഗുരുവായൂരപ്പന്റെ യജ്ഞശാലയിൽ പ്രതിദിനം 4 ലക്ഷം ഒരു മന്ത്രാർച്ചന. മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ട തുളസിയും താമരയും തെറ്റിയും റോസും മുല്ലയുമൊക്കെയായി ദിവസവും 150 കിലോയിലധികം പൂക്കൾ വേണം. തമിഴ്നാട്ടിൽ നിന്നുമടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉത്തര ഗുരുവായൂരപ്പനിലേക്ക് പൂക്കളെത്തുന്നു. ഒരു 150 കിലോ പൂവ് വേണം. അതിന് അനേകം ആൾക്കാരുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു 150-200 പേര് പൂ നേരകം വരുന്നുണ്ട് ഇവിടെ. ഈ പൂവ് നമുക്ക് വേണ്ടിയിട്ട് കൽക്കട്ട, ഡൽഹി, തമിഴ്നാട്, അങ്ങനെ പല സ്ഥലത്തുനിന്നും. തമിഴ്നാട്ടിൽ നിന്നാണ് തെച്ചി, മുല്ലയൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. തുളസി കൽക്കട്ട നിന്നാണ് വരുന്നത്. ബാക്കിയുള്ള പൂക്കൾ ഡൽഹിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പൂക്കൾ വരുന്നുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ തന്നെയാണ് പൂക്കൾ വൃത്തിയാക്കി യജ്ഞശാലയിലേക്ക് നൽകുന്നത്. ഗുരുവായൂരപ്പൻ്റെ നടയിൽ കോടിയർച്ചന തുടങ്ങിയ ദിവസം പൂക്കളൊരുക്കുന്ന ഞങ്ങളുടെ ഒരു ജന്മസാഫല്യമായിട്ട് കരുതുന്നു. കാരണം 100 കണക്കിന് പേര് രാവിലെ 5:30 മുതൽ ഇവിടെ ഇരുന്ന് 100 കണക്കിന് സ്ത്രീകൾ പൂക്കളൊരുക്കുന്നു. അത് ഞങ്ങൾ ഓരോ പൂക്കളൊരുക്കുമ്പോഴും ഭഗവാനെ ഞങ്ങൾ നേദിക്കുന്നതായിട്ടാണ് ഞങ്ങൾ സങ്കല്പിക്കുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ ഒരു വലിയ മഹാഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഇത്രയും സ്ത്രീകൾ ദിവസവും ഇതിനു വേണ്ടിയിട്ട് പറഞ്ഞ ദിവസം തൊട്ട് ഞങ്ങൾ രാവിലെയും വൈകിട്ടും വന്ന് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഡ്യൂട്ടിയൊക്കെ വിട്ടിട്ട് ഇവിടെ വന്നിരുന്ന് ചെയ്യാനായിട്ടൊരു അവസരം ഭഗവാൻ ഒരുക്കി തരുന്നു. അതിൽ പങ്കുകൊള്ളാനായിട്ട് ഈ ജന്മത്തിൽ ഭാഗ്യം, അത് മഹനീയമായ ഭാഗ്യം തന്നെയാണെന്ന് കരുതുന്നു. ഉത്തരേന്ത്യയിൽ ആദ്യമായാണ് വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന നടക്കുന്നത്. മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പന്റെ മണ്ണിലേക്ക് ഭക്തജന പ്രവാഹമാണ്. ജനം, ഡൽഹി.